ഹലോ നമസ്തേ, കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്തിനാണ്? നമ്മുടെ DS ഇറ എന്ന് പറയുന്ന രാഹുൽ സദാശിവൻ സിനിമ, പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ, അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. DS ഇറ. ട്രെയിലർ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി? ഈ രാഹുൽ സദാശിവനാണ് ഡയറക്ടർ, അപ്പോൾ നമുക്കറിയാലോ ഏത് മാത്രം ലെവലിൽ. ഇപ്പോൾ ഭ്രമയുഗമായാലും ഭൂതകാലമായാലും ജസ്റ്റ് ഒരു വീട്, ഭ്രമയുഗത്തിലെ ഒരു തറവാട്, ഭൂതകാലത്തിലെ ഒരു വീട്, ഇതിനകത്ത് വെച്ച് പുള്ളിയെ കൊണ്ട് എത്രമാത്രം ഹൊറർ ചെയ്യിക്കാൻ പറ്റുമോ അത് അത്രയും അത് രണ്ടിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുൽ സദാശിവന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിൽ നമുക്ക് ഹൊറർ അല്ല, ഒരു ഡിസ്റ്റർബൻസ് ആണ് ഫീൽ ചെയ്യുക. ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ്. അത് ഒരു ഫീൽ ഉണ്ടാക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിൽ മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഈ ക്രിസ്റ്റോ സേവിയർ അല്ലേ ഇതിനകത്ത് മ്യൂസിക്? പ്രമേയത്തിലും ക്രിസ്റ്റോ സേവിയർ ആണ്. ഈ എപ്പോഴും ഒരു ലോ ഫ്രീക്വൻസിയിൽ ഒരു ഇങ്ങനെ സാധനം ഇട്ടേക്കും, നമ്മളെ ടെൻഷൻ കയറ്റും പോലെ ഇങ്ങനെ ഒരു സംഭവം എപ്പോഴും ബാക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഇമ്പാക്റ്റും വരുത്തണത്. ഈ നമ്മുടെ ഭൂതകാലത്തിലില്ലേ, മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള പ്രേത സിനിമകളിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ള ഭൂതകാലമാണ് തീർച്ചയായിട്ടും. പിന്നെ പണ്ടത്തെ ജയറാമിന്റെ വിന്റർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അത് പ്രേത സിനിമയല്ല, ഒരു സൈക്കോപാത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തിയ ഒരു പടമാണ്. അത് കഴിഞ്ഞിട്ടും ഭൂതകാലമാണ് പ്രേതം എന്നുള്ള രീതിക്ക് പേടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മറ്റേ നൈറ്റ് റൈഡേഴ്സ് ഒക്കെ ഇറങ്ങിയ സമയത്തും നൈറ്റ് റൈഡേഴ്സിന്റെ അവരെ ഇന്റർവ്യൂലൊക്കെ അവർ എല്ലാരും പറഞ്ഞു ഹൊറർ പടങ്ങളുടെ ഇത് പറഞ്ഞപ്പോ എല്ലാരും ഭൂതകാലത്തിനെ പറ്റിയാണ് പറയണത്. കുറെ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കുറച്ചുപേര് പറഞ്ഞെങ്കിലും ഭൂതകാലമാണ് എല്ലാരും ഇത്. അത് ചിലവർക്ക് കണ്ടു തീർക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു അതാണ് ഈ ഷൈനികവും പിന്നെ രേവതിയും, ഈ രണ്ടുപേരും മാത്രമാണ് ഏറ്റവും അവസാനത്തെ ഹൊറർ സീക്വൻസി വരണത്. പ്രേതത്തിനെ കാണിച്ചിട്ട് വരില്ല, ഒരു കറുപ്പ് ഒരു രൂപം മാത്രം ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ മറ്റേ കുറച്ചുപേര് ഇങ്ങനെ നിക്കണം, അവിടെ അവിടെ നിക്കണം, അതൊക്കെ ഉണ്ട്. ബാക്കി ഫുള്ള് ആ ഒരു ഹൈപ്പിൽ വരണ ഹൈപ്പും പിന്നെ എന്ത് അഭിനയോടാ ഒറിജിനൽ. ഈ ഭ്രമയത്തിലായാലും നമ്മുടെ മമ്മൂക്ക അതിന് കുറച്ചും കൂടെ ഒരു ഫോക്ക് രീതിക്കുള്ള ഒരു പണ്ടത്തെ ഒരു മിത്തോളജിയും എന്നൊക്കെ പറയുന്ന രീതിക്ക് ആ ഒരു രീതിക്ക് പോകണാണ്. പക്ഷെ അതും ആവശ്യത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു ഹൊറർ നമുക്ക് ആ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തേക്കുന്നത്. അതൊരു ഇതിനകത്തൊരു റെഡും ആയിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന രീതിക്കാണ് ഈ സിനിമയുടെ പാലറ്റ്. അത് തന്നെ, അത് പറഞ്ഞപ്പോഴല്ല ഈ പടത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഇപ്പൊ DP ഒക്കെ മാറ്റി, എല്ലാ റെഡ് ഷെയ്ഡിൽ അവരവരെ ഫേസ് വെച്ചിട്ട് ലേറ്റസ്റ്റ് ലാലേട്ടന്റെ വരെ DP വരെ അതൊരു ഹൈപ്പ് കയറ്റാനുള്ള സംഗതിയാണ് പടത്തിൽ ഉണ്ടാകുന്നത്. ലാലേട്ടൻ ഇപ്പൊ ഇട്ടേക്കണ DP ഇന്നിപ്പോ ട്രെയിലർ ഇറങ്ങിയ ശേഷം മാറ്റിയാണ് റെഡ് ഷെയ്ഡിലുള്ള DP ആണ്. പ്രണവ് മോഹൻലാൽ മാറ്റി, അത് തന്നെ സിനിമയിലുള്ള എല്ലാവരും മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്യാമിയോ പ്രതീക്ഷിക്കാമോ? ജസ്റ്റ് ഒരു ട്രെൻഡ് പിടിച്ചതാവാം, അല്ലെങ്കിൽ ക്യാമിയോ ഉണ്ടാവാം, അല്ലെങ്കിൽ ശബ്ദം കൊണ്ടായാലും വരാം. അത് തന്നെ. ഇപ്പൊ രാഹുൽ സദാശിവൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ മാറ്റിയതും #DS ഇറ എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാറ്റിയത്. അതെനിക്ക് തോന്നുന്നു കൂടുതൽ ഹൈപ്പ് ക്രിയേറ്റ് ആവാതിരിക്കാനായിരിക്കും. ഇപ്പൊ ഒരു പ്രേത സിനിമ എന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അതിനിപ്പോ കൂടുതൽ ലാലേട്ടുണ്ടെന്ന് പറയും വേറൊരു ഹൈപ്പിലോട്ട് മാറി, അഥവാ ഇല്ലെങ്കിൽ അങ്ങ് ഡൗൺ ആവാതിരിക്കാനായിരിക്കാം മാറ്റിയത്. തീർച്ചയായിട്ടും അതായിരിക്കും. പിന്നെ ഭ്രമയുഗം ഇറങ്ങിയ സമയത്ത് മമ്മൂക്കന്റെ പ്രൊമോഷനെ കൊടുത്ത് മമ്മൂക്ക എന്നെ തലേദിവസം പറഞ്ഞായിരുന്നു, നിങ്ങൾ ആരും അത് ഇത് പ്രതീക്ഷിച്ച് വരരുത്, നിങ്ങൾ ഫ്രഷ് മൈൻഡോട് കൂടി വന്നിരുന്ന് കാണുക. അങ്ങനെ എന്തായാലും ഞെട്ടിക്കും, ഉറപ്പായിട്ട് ഞെട്ടിക്കും. പിന്നെ എവിടെയൊക്കെയോ നമ്മൾ എന്താണ് കുറെ നമ്മൾ കണ്ട് മറ്റേ സീരീസിന്റെ ഒക്കെ ഒരു ടച്ചുകളുണ്ടല്ലോ, മറ്റേ ഹാലോവിൻ ഡേയുടെ ഒക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്. പിന്നെ ആ വീട് തന്നെ ഒരു ഭയങ്കര
എനിക്കിത് നമ്മുടെ തമിഴില് പിസ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. അത് തന്നെ അതിനകത്തും ആ ഒരു വീട്, ആ വീടാണ് ഫുള്ള് കോൺസെൻട്രേറ്റ്. അത് എനിക്കത് കണ്ടപ്പോൾ അതാണ് തോന്നിയത്. അതുപോലത്തെ ഒരു വീടും അങ്ങനത്തെ ഒരു എഫക്റ്റ്. പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് എലമെന്റ്സ് ഒക്കെ പുള്ളി എന്തായാലും ചേർക്കും. അത് പുള്ളിയുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ വേറെ ആണ് സിനിമ ഒക്ടോബർ 31 ഇറങ്ങണത്. ഞങ്ങൾക്ക് ഒക്ടോബർ 30 പ്രീമിയർ വൈകുന്നേരം നമ്മൾ രാത്രി പ്രീമിയർ കാണുകയാണ്. അപ്പൊ പിറ്റേ ദിവസമാണ് പടം ഒഫീഷ്യലി ഇറങ്ങുന്നത്. പക്ഷെ പ്രീമിയർ ഷോ പലയിടത്തും കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ പ്രീമിയർ ഷോ ആണ് കാണാൻ പോകണം ഒക്ടോബർ 30 9 മണിക്ക്. അപ്പം ഉറപ്പായിട്ടും. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് ദിസ് ചാനൽ അല്ലേ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ നിനക്ക്? പിന്നെ എന്താ അപ്പൊ എക്സൈറ്റ്മെന്റിലാണ് ഇത്രയും. അതൊക്കെയാണ് വിശേഷങ്ങളല്ലേ. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി വേറെ വരും. നമ്മള് ഈ ഡൈസർ എന്തോന്നാണ് എന്നുള്ള ഒരു വീഡിയോ അത് പറയാൻ മറന്നുപോയി. അതിന്റെ എങ്ങനെ അത് നമ്മൾ ചെറുതായി റിസർച്ച് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഡൈസർ, അതിന്റെ അർത്ഥം എന്താണ്, ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാൻ. ലൈൻ കട്ട്.